വെടിനിർത്തൽ പ്രഖ്യാപനങ്ങൾക്ക് ശേഷവും മധ്യപൂർവേഷ്യൻ ആകാശത്ത് യുദ്ധവിമാനങ്ങളുടെയും ഡ്രോണുകളുടെയും മുഴക്കം നിലയ്ക്കുന്നില്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഇറാനിൽ നിന്നുള്ള പുതിയ വാർത്തകൾ. ഏപ്രിൽ 8-ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഇസ്രയേലിന്റെ അത്യാധുനിക നിരീക്ഷണ ഡ്രോണായ ഹെർമിസ് 900 ഇറാൻ വെടിവെച്ചിട്ടിരിക്കുകയാണ്. ദക്ഷിണ പ്രവിശ്യയായ ഫാർസിന് മുകളിൽ വെച്ചാണ് ഈ ആകാശ പോരാട്ടം നടന്നത് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. സമാധാന കരാറുകൾ കടലാസിൽ ഒതുങ്ങുമ്പോൾ പ്രായോഗികമായി ഇരു രാജ്യങ്ങളും ഇപ്പോഴും യുദ്ധമുഖത്ത് തന്നെയാണ് എന്ന വസ്തുതയാണ് ഇവിടെ വെളിപ്പെടുന്നത്. ഹെർമിസ് 900 എന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച നിരീക്ഷണ ആക്രമണ ഡ്രോണുകളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് ഇറാന്റെ ആഭ്യന്തര വ്യോമാതിർത്തിക്കുള്ളിൽ വെച്ച് തകർക്കപ്പെട്ടു എന്നത് ഇസ്രയേലിന് വലിയൊരു തിരിച്ചടിയാണ്. വെടിനിർത്തൽ നിലനിൽക്കെ ഇസ്രയേൽ എന്തിനാണ് ഇറാന്റെ ഉൾപ്രദേശങ്ങളിൽ നിരീക്ഷണം നടത്തിയത് എന്ന ചോദ്യം ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നുണ്ട്. നയതന്ത്ര ഉടമ്പടികൾ നിലനിൽക്കുമ്പോഴും രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ നിർത്താൻ ഇരുപക്ഷവും തയ്യാറല്ല എന്നാണ് ഇത് കാണിക്കുന്നത്. ഫാർസ് പ്രവിശ്യ തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങളും ആണവ ഗവേഷണ കേന്ദ്രങ്ങളും ഉള്ള ഇടമാണ്. അവിടെ ഇസ്രയേലിന്റെ ഒരു ഡ്രോൺ എത്തിയത് വെറുമൊരു സാങ്കേതിക പിഴവായി കാണാൻ ഇറാൻ തയ്യാറല്ല. തങ്ങളുടെ സുരക്ഷാ കവചം എത്രത്തോളം ശക്തമാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ള അവസരമായിട്ടാണ് IRGC ഇതിനെ കാണുന്നത്. ഡ്രോൺ തകർത്തു തരിപ്പണമാക്കി എന്ന പ്രസ്താവനയിലൂടെ സൈനികമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ഇറാൻ ചെയ്യുന്നത്. ഇത് മേഖലയിലെ മറ്റു രാജ്യങ്ങൾക്കും ഒരു മുന്നറിയിപ്പായി അവർ നൽകുന്നുണ്ട്. സംഭവത്തിന് പിന്നാലെ ഒരു മുതിർന്ന ഇറാൻ ഉദ്യോഗസ്ഥനും മുൻ IRGC കമാൻഡറും നടത്തിയ പ്രസ്താവനകൾ കൂടുതൽ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഒരുപോലെ താക്കീത് നൽകുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. രാജ്യത്തിന്റെ താല്പര്യങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുന്നത് വരെ വെടിനിർത്തൽ എന്നത് കേവലം ഒരു സാങ്കേതികത മാത്രമാണെന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. കരാറുകൾ ഉണ്ടെങ്കിലും സൈന്യം ഏതു നിമിഷവും ആയുധമെടുക്കാൻ തയ്യാറാണെന്ന സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. ഇത് ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെച്ച സമാധാന ശ്രമങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഇറാൻ സൈന്യത്തിന്റെ ഈ തയ്യാറെടുപ്പ് കേവലം പ്രതിരോധത്തിൽ ഒതുങ്ങുന്നതല്ല. തങ്ങളുടെ പരമാധികാരത്തിന് നേരെ ഉണ്ടാകുന്ന ഏതു ചെറിയ നീക്കത്തിനും കനത്ത വില നൽകേണ്ടി വരുമെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. സമാധാന കരാർ ലംഘിക്കപ്പെടുന്നത് തങ്ങളുടെ ഭാഗത്തു നിന്നല്ല, മറിച്ച് ശത്രുപക്ഷത്തു നിന്നാണെന്ന് വരുത്തി തീർക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഹെർമിസ് 900 വെടിവെച്ചിട്ടത് അതിന്റെ ഭാഗമായുള്ള ഒരു പോസ്റ്റ് ട്രൂസ് കിൽ അഥവാ വെടിനിർത്തലിന് ശേഷമുള്ള ആദ്യ സൈനിക വിജയമായിട്ടാണ് അവർ ആഘോഷിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച വെടിനിർത്തൽ എത്രത്തോളം സുരക്ഷിതമാണെന്ന ചോദ്യം ഇതോടെ പ്രസക്തമായി. ഒരു വശത്ത് ചർച്ചകൾ നടക്കുമ്പോൾ മറുവശത്ത് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള പോരാട്ടം തുടരുന്നത് അന്താരാഷ്ട്ര സമൂഹത്തെ ആശങ്കയിലാക്കുന്നുണ്ട്. അമേരിക്കയുടെ മധ്യസ്ഥതയിലുള്ള ഉടമ്പടികൾ ഇസ്രയേൽ പൂർണ്ണമായും അനുസരിക്കുന്നില്ല എന്ന ആരോപണം ശരിവെക്കുന്നതാണ് ഇറാന്റെ പ്രവിശ്യയിൽ ഡ്രോൺ കണ്ടെത്തിയത്. ഇത് വൈറ്റ് ഹൌസിനെ സംബന്ധിച്ചിടത്തോളം നയതന്ത്രപരമായ വെല്ലുവിളിയാണ്. ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് ഈ സംഭവത്തെക്കുറിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല. എങ്കിലും തങ്ങളുടെ ഡ്രോൺ സാങ്കേതിക വിദ്യ ഒരു ശത്രുരാജ്യം തകർത്തു എന്നത് ഇസ്രയേൽ പ്രതിരോധ സേനയ്ക്ക് വലിയൊരു പാഠമാണ്. ഭാവിയിലെ നിരീക്ഷണ ദൗത്യങ്ങളിൽ കൂടുതൽ മുൻകരുതലുകൾ എടുക്കാൻ അവർ നിർബന്ധിതരാകും. തങ്ങളുടെ നിരീക്ഷണ കണ്ണുകളെ ഇറാൻ അന്ധമാക്കാൻ ശ്രമിക്കുന്നത് ഇസ്രയേലിനെ പ്രകോപിപ്പിക്കാനാണ് സാധ്യത. ഇതിനു പകരമായി ഒരു പ്രത്യാക്രമണം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്ന് ലോകം ഉറ്റുനോക്കുന്നുണ്ട്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സമീപകാലത്ത് വലിയ പുരോഗതിയാണ് കൈവരിച്ചിട്ടുള്ളത്. റഷ്യൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച S-300, S-400 സംവിധാനങ്ങളും സ്വന്തമായി വികസിപ്പിച്ച ബവാർ 373 പോലുള്ള മിസൈൽ പ്രതിരോധ ഉപകരണങ്ങളും ഇറാന്റെ ആകാശം സംരക്ഷിക്കുന്നുണ്ട്. ഹെർമിസ് 900 വെടിവെച്ചിട്ടത് ഇത്തരം സംവിധാനങ്ങളുടെ കൃത്യത തെളിയിക്കുന്നുണ്ട്. ആധുനിക ഡ്രോണുകളെ പോലും തിരിച്ചറിയാനും നശിപ്പിക്കാനും തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ തെളിയിച്ചിരിക്കുകയാണ്. യുദ്ധം ഒഴിവാക്കാനായി നടന്നുകൊണ്ടിരിക്കുന്ന നയതന്ത്ര നീക്കങ്ങൾക്ക് ഈ സംഭവം വലിയൊരു തടസ്സമാണ്. വിശ്വാസക്കുറവ് മൂലം സഖ്യകക്ഷികൾ തമ്മിലുള്ള സഹകരണം കുറയുന്നുണ്ട്. ഇസ്രയേലിനെ നിയന്ത്രിക്കാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല എന്ന തോന്നൽ ഇറാനിലും ശക്തമായിട്ടുണ്ട്. ഫാർസ് പ്രവിശ്യയിലെ ജനങ്ങൾക്കിടയിലും ഈ സംഭവം വലിയ ചർച്ചയാണ്. സൈനിക വിജയം എന്ന നിലയിൽ ഇതിനെ ജനങ്ങൾ ഏറ്റെടുക്കുന്നു. ഗവൺമെന്റ് അനുകൂല മാധ്യമങ്ങൾ ഇതിന് വലിയ പ്രചാരമാണ് നൽകുന്നത്. ശത്രുവിന്റെ കടന്നുകയറ്റത്തെ തടയാൻ കഴിഞ്ഞത് ദേശീയബോധം വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. അന്താരാഷ്ട്ര നിയമപ്രകാരം മറ്റൊരു രാജ്യത്തിന്റെ വ്യോമാതിർത്തി ലംഘിക്കുന്നത് ഗുരുതരമായ കുറ്റമാണ്. ഇറാൻ ഈ വിഷയം ഐക്യരാഷ്ട്രസഭയിലും ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. തങ്ങളെ പ്രകോപിപ്പിക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത് എന്നതിന് തെളിവായി ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ അവർ നിരത്തും.
എന്നാൽ നിരീക്ഷണം തങ്ങളുടെ സുരക്ഷയ്ക്ക് അനിവാര്യമാണെന്ന വാദമായിരിക്കും ഇസ്രയേൽ ഉയർത്തുക. ഈ നയതന്ത്ര യുദ്ധം വരും ദിവസങ്ങളിൽ ഐക്യരാഷ്ട്രസഭയിലും പ്രതിഫലിക്കും. ഹെർമിസ് 900 ഡ്രോണുകളുടെ നഷ്ടം സാമ്പത്തികമായും ഇസ്രയേലിന് വലിയ ആഘാതമാണ് ഉണ്ടാക്കുന്നത്. ദശലക്ഷക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന ഇത്തരം വിമാനങ്ങൾ തകരുന്നത് സൈനിക ബജറ്റിനെ ബാധിക്കും. ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ ഇസ്രയേൽ പുലർത്തുന്ന മേധാവിത്വത്തിന് മേൽ വീണ കറയായാണ് ഇതിനെ നിരീക്ഷകർ കാണുന്നത്. ഇറാൻ ഈ അവശിഷ്ടങ്ങൾ പഠന വിധേയമാക്കി അതിലെ സാങ്കേതിക വിദ്യ സ്വന്തമാക്കാൻ ശ്രമിക്കുമോ എന്ന പേടിയും ഇസ്രയേലിനുണ്ട്. ഇറാൻ വ്യോമസേനയുടെ ജാഗ്രത ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ നിരീക്ഷണ വിമാനങ്ങൾ വരാനുള്ള സാധ്യത കണക്കിലെടുത്ത് പ്രതിരോധ സംവിധാനങ്ങൾ അതീവ ജാഗ്രതയിലാക്കിയിട്ടുണ്ട്. ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ശത്രുതയുടെ ഒരു പുതിയ അധ്യായമാണ് ഏപ്രിൽ 8 ഫാർസിൽ രചിക്കപ്പെട്ടത്. ഡ്രോണുകൾ വെടിവെച്ചിടുന്നത് കേവലം സൈനികമായ ഒരു കാര്യം മാത്രമല്ല, അത് രാഷ്ട്രീയമായ ഒരു പ്രഖ്യാപനം കൂടിയാണ്. തങ്ങളുടെ മണ്ണും വിണ്ണും സംരക്ഷിക്കാൻ ഇറാൻ ഏതറ്റം വരെയും പോകുമെന്ന പ്രഖ്യാപനം. വെടിനിർത്തൽ കാലയളവിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഭാവിയിലെ സമാധാന ചർച്ചകളെ ദുർബലപ്പെടുത്തും. ഇരുപക്ഷവും പരസ്പരം വിശ്വസിക്കാൻ തയ്യാറാകാത്തിടത്തോളം കരാറുകൾക്ക് എന്തു വിലയാണുള്ളത്? ആയുധങ്ങൾ നിശബ്ദമാക്കണമെങ്കിൽ ആദ്യം മനസ്സുകൾക്കിടയിലെ ശത്രുത മാറണം. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അതിന് യാതൊരു ലക്ഷണവുമില്ല. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ എയറോസ്പേസ് ഫോഴ്സ് തങ്ങളുടെ ആധുനിക മിസൈലുകൾ ലോഡ് ചെയ്യുന്നതായും വാർത്തകളുണ്ട്. ഡ്രോൺ വെടിവെച്ചിട്ടതിന് പിന്നാലെ ഉണ്ടായേക്കാവുന്ന പ്രത്യാക്രമണം നേരിടാനാണ് ഈ തയ്യാറെടുപ്പ്. ഇസ്രയേലിന്റെ ലക്ഷ്യസ്ഥാനങ്ങൾ ഇതിനോടകം തന്നെ അവർ അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഒരു വലിയ യുദ്ധത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും മധ്യപൂർവേഷ്യയിലും ദൃശ്യമാണ്. അമേരിക്കയുടെ പങ്കും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഇസ്രയേലിന് ആയുധങ്ങളും സാങ്കേതിക വിദ്യയും നൽകുന്ന അമേരിക്ക സമാധാനം പറയുന്നതിൽ ഇരട്ടത്താപ്പുണ്ടെന്ന് ഇറാൻ തന്നെ ആരോപിക്കുന്നുണ്ട്. വെടിനിർത്തൽ കാലയളവിൽ ഇസ്രയേൽ നടത്തുന്ന ചാരപ്രവർത്തനങ്ങൾക്ക് അമേരിക്കയുടെ മൗനാനുവാദമുണ്ടോ എന്ന കാര്യത്തിലും ഇറാന് നല്ല സംശയമുണ്ട്. ഈ സംശയം നയതന്ത്ര ബന്ധങ്ങളെ കൂടുതൽ വഷളാക്കുകയാണ്. ഇസ്രയേലിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഈ സംഭവം ചലനങ്ങൾ ഉണ്ടാക്കും. സൈനിക പരാജയങ്ങളെ പ്രതിപക്ഷം നെതന്യാഹുവിനെതിരെ ആയുധമാക്കും. നയതന്ത്ര പരാജയങ്ങൾക്ക് പുറമെ സൈനികമായി തിരിച്ചടികൾ മേൽക്കേണ്ടി വരുന്നത് ഗവൺമെന്റിന്റെ നിലനിൽപ്പിനെ ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ സ്വന്തം പ്രതിച്ഛായ സംരക്ഷിക്കാൻ നെതന്യാഹു കടുത്ത നടപടികൾക്ക് മുതിരാൻ സാധ്യതയുണ്ട്. സമാധാനത്തിനായുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഈ ബലപരീക്ഷണം അവസാനിക്കാതെ മേഖലയിൽ സുസ്ഥിരത ഒരിക്കലും കൈവരില്ല. ഈ ഡ്രോൺ വേട്ട നൽകുന്ന സന്ദേശവും വ്യക്തമാണ്. വെടിനിർത്തൽ എന്നത് ആയുധങ്ങൾ താഴെ വെക്കലല്ല, മറിച്ച് ശത്രുവിനെ കൂടുതൽ ശ്രദ്ധയോടെ നിരീക്ഷിക്കാനുള്ള സമയമാണ്. ഇറാൻ അത് ചെയ്തു കഴിഞ്ഞു. ഇസ്രയേലിന്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നത് ലോകം ശ്വാസം അടക്കി പിടിച്ചു കാത്തിരിക്കുന്ന കാര്യമാണ്. മധ്യപൂർവേഷ്യയിലെ ഈ സംഘർഷം ആഗോളതലത്തിൽ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. എണ്ണവില മുതൽ അന്താരാഷ്ട്ര സുരക്ഷ വരെ അതിൽ അടങ്ങിയിരിക്കുന്നു. ഒരു ഡ്രോൺ തകർക്കപ്പെട്ടത് ലോകക്രമത്തിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം. ശക്തി തെളിയിക്കാനുള്ള ഈ പോരാട്ടത്തിൽ ആര് ജയിക്കുമെന്നത് ഇനി കാലം തെളിയിക്കും.